സ്വന്തം മക്കൾക്കൊപ്പം സഹോദരന്റെയോ സുഹൃത്തുക്കളുടെയോ മക്കളെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം സ്വാർത്ഥമതികളായി പോയോ ന്യൂക്ലിയർ കുടുംബങ്ങളിലെ അമ്മമാർ? ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലെങ്കിലും തോന്നുന്ന ഉത്തരം, നിങ്ങൾ നിശബ്ദമായിട്ടെങ്കിലും പറയുന്ന ഉത്തരം യെസ് എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാനസികമായ ഒരു ശാക്തീകരണത്തിന് സ്കോപ്പുണ്ട്. അതിന് നമുക്ക് മാർഗനിർദ്ദേശം തരാൻ കഴിവുള്ള 4 സ്ത്രീകളാണ് ഇന്ന് വിമൻസ് ഫോറത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവർ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. പക്ഷേ ഇവർ പഴയ അതുകൊണ്ടാണ് ഇന്നത്തെ വിമൻസ് ഫോറത്തിന് ടു ദ മോഡേൺ വുമൺ വിത്ത് ലവ് ഫ്രം യുവർ പാസ്റ്റ് എന്ന് ഞങ്ങൾ പേരിട്ടത്. പക്ഷേ ഇവർ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണല്ലേ, പഴയ കാലഘട്ടത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് ഇവരെല്ലാം സർവം സഹകളായിരുന്നു എന്നോ നിങ്ങളോടൊക്കെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചു കൊള്ളണമെന്നോ ഉപദേശിക്കുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഈ വേദിയിലേക്ക് ദ്രൗപദിയെയും സീതയും ക്ഷണിച്ചില്ല. കാരണം അവരിതുപോലെ പല സന്ദർഭങ്ങളിലും വന്ന് പ്രസംഗിച്ചൊക്കെ പോയവരാണ്. ഞങ്ങൾ ഈ വേദിയിലേക്ക് സതിയെയും ശീലാവതിയെയും സാവിത്രിയെയും ഒന്നും ക്ഷണിച്ചില്ല. കാരണം കീചകന്മാരും ദുശാസനന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക വനിതയ്ക്ക് സതിയും ശീലാവതിയും ഒന്നും ആവാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പുരുഷന്റെ ജീവിതത്തെ വളരെ ശക്തമായിട്ട് സ്വാധീനിക്കുകയും ഒരു പരിധിവരെ അന്നത്തെ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിക്കുകയും ചെയ്ത 4 സ്ത്രീകളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അവരൊരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ നമ്മൾ ഇന്നിലേക്കൊന്ന് ട്രാൻസ്പോസ് ചെയ്തിരുന്നെങ്കിൽ എന്നായിരുന്നു ആധുനിക വനിതയ്ക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ടാവുക? ഇതാണ് ഇന്നത്തെ വിമൻസ് ഫോറത്തിന്റെ പ്രതലം എന്ന് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ സ്പീക്കറെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ശ്രീമതി രാജലക്ഷ്മി ലക്ഷ്മണൻ, ഫ്ലോറിഡയുടെ പ്രതിനിധിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് രാജലക്ഷ്മി ആന്റി. ടെക്നിക്കലി ഈ വിമൻസ് ഫോറം ചെയർ ചെയ്യുന്ന ആൾ ഞാനാണെന്നാണ് വെപ്പെങ്കിലും എൻ്റെ മനസ്സിൽ ഇതിന്റെ ചെയർപേഴ്സണായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് രാജലക്ഷ്മി ആന്റിയാണ്. കാരണം സീനിയോറിറ്റി കൊണ്ടും വിവരം കൊണ്ടും ലോകപരിചയം കൊണ്ടും ഒക്കെ എന്നെക്കാട്ടിൽ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് രാജലക്ഷ്മി ആന്റി. ആന്റി ഈ ഫോറത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത് സത്യവതിയെയാണ്. കുരു കുടുംബത്തിലെ മുത്തശ്ശിയായ സത്യവതിക്ക് എന്താണ് ആധുനിക വനിതയോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, രാജലക്ഷ്മി ലക്ഷ്മൺ. വ്യാസന്റെ കഥാനായികയും അമ്മയുമായ മഹാഭാരതത്തിലെ സത്യവതിയുടെ ജീവിതത്തിലെ 2 പ്രധാന സംഭവങ്ങളാണ് ഇന്ന് ഞാനിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. Impure vasanas of Satyavati, due to the union with Parashara, that is Satsang, got converted into pure bhavanas, resulting in spiritual wisdom, that is birth of Vyasa. That is the interpretation. Whatever we may be doing, we should accept responsibility for our actions, and also should take and transform our negative feelings to positive through satsang. Satsang, meditation, our Swamijis were telling yesterday, devotion, japa, all this we can use and convert these feelings to positive feelings and resulting in wisdom. Like one day, if we practice this probably daily, one day we will see our real self, that is the divine in us. Thank you for listening. സ്ത്രീ ശാക്തീകരണമാണ്, എംപവറിംഗ് വിമനാണ് ഈ ഫോറത്തിന്റെ പ്രതലമെന്ന് പറഞ്ഞാൽ തുടങ്ങിയെങ്കിലും വെൻ നോട്ട് ടു യൂസ് പവർ എന്നായിരിക്കും ഒരുപക്ഷെ സത്യവതിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. കാരണം സത്യവതി ജീവിതത്തിലുടനീളം ഈ പവർ ഗെയിം കളിച്ച ആളാണ്. പരാശരമുനി ശന്തനു തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് എൻ്റെ കുട്ടികൾക്ക് രാജ്യാധികാരം നൽകണം. അവിടെ തൻ്റെ സൗന്ദര്യത്തെ തൻ്റെ ശക്തിയായിട്ട് ഉപയോഗിച്ച ആളാണ് സത്യവതി. ആ സൗന്ദര്യത്തിൽ മോഹിതനായ രാജാവ് അവർ പറയുന്നതെല്ലാം ചെയ്യാൻ തയ്യാറായി. അത് കഴിഞ്ഞ് വിചിത്രകരനും ചിത്രാംഗതനും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വന്നപ്പോൾ അതേ ഭീഷ്മരോട് തന്നെ ഇവരെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു രാജ്ഞിയുടെ പവറാണ് സത്യവതി ഉപയോഗിച്ചത്. എന്നാൽ ഭീഷ്മര് തൻ്റെ ശബ്ദത്തിൽ ഉറച്ചു നിന്നു. അത് നടക്കില്ല എന്ന് വന്നപ്പോൾ അതിനോടകം തന്നെ സന്യാസം സ്ഥിതിച്ചിരുന്ന വ്യാസനെ തിരിച്ചു വരുത്തി ഒരമ്മയുടെ പവർ ഉപയോഗിച്ച് അതേ ആവശ്യം വ്യാസന്റെ മുമ്പിൽ വെച്ചു. പക്ഷെ ത്രികാലജ്ഞാനിയായ വ്യാസൻ
ആ സമയത്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇത്തരം വ്യഭിചാരോദ്ഭവരായ മക്കളെ കൊണ്ട് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ സത്യവതി തൻ്റെ പിടിവാശിയിൽ ഉറച്ചു നിന്നു, അത് നടത്തി. അപ്പൊ സത്യത്തില് ഒരു മുത്തശ്ശിയുടെ ലെവലിൽ, ഇപ്പം സത്യവതിയെ ഞാൻ കുരുവംശത്തിലെ മുത്തശ്ശി എന്ന രീതിയിലാണ് ഈ വേദിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു മുത്തശ്ശിയുടെ ലെവലിലെങ്കിലും ചില പിടിവാശികൾ വിട്ട് ജീവിക്കാൻ, ജീവിതം എപ്പോഴും ഒരു പവർ ഗെയിം അല്ല എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ജീവിതത്തിലെ നമ്മുടെ കരുത്തും പ്രാപ്തിയും ഒക്കെ കൊണ്ട് ചില കാര്യങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഒന്നും ഫലങ്ങൾ എപ്പോഴും നന്നായി വരണമെന്നില്ല. അതുകൊണ്ട് വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രസാദാത്മകമായിട്ട് സ്വീകരിക്കണമെന്ന് സത്യവതിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് പോകാം. താങ്ക് യു. രാജലക്ഷ്മി ആൻറ്റി. അടുത്ത ഈ വേദിയിൽ വരുന്ന ആളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് പച്ചമാങ്ങ നല്ല ഉപ്പും മുളകും കൂട്ടി നാവിൽ വെച്ച ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഏതാണ്ട് ആദി കാവ്യമായ രാമായണത്തിൽ ഏതാണ്ട് 120 വരികളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുബ്ജ അല്ലെങ്കിൽ ഒരു കൂനി. ഈ കൂനിക്ക് പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ട, അവരുടെ പേര് തന്നെയാണ് അവരുടെ ഡെഫിനിഷൻ. അവര് രാമാഭിഷേകത്തിന് ഒരുങ്ങി നിൽക്കുന്ന അയോധ്യയിൽ കൈകേയിയുടെ അന്തപുരത്തിലേക്ക് ഈ കൂനി കടന്നു വന്ന് കൈകേയിയോട് എന്തോ ഒന്ന് പറയുന്നു. കൈകേയി ക്രുദ്ധയാവുന്നു, ദശരഥൻ നിസ്സഹായനാകുന്നു, രാമൻ അനുസരിക്കുന്നു, ഭരതൻ പ്രതിഷേധിക്കുന്നു. പക്ഷെ അതോടെ ചരിത്രം മാറുന്നു. ഇനി ഇയാളുടെ പേര് പറയുമ്പോൾ അതൊരു സ്ത്രീ ആയതുകൊണ്ട് മന്ധര എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സ്വഭാവം മനസ്സിലായി. അതൊരു ഒരു പ്രതിഭാസമാണ്. സോ മന്ധര പക്ഷെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. കാരണം ആവശ്യത്തിന് പുരുഷ മന്ധരന്മാരെയും നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാം. മന്ധരയെ പോലെ ഒരാളെ മെഴുകി ഇതുപോലൊരു വേദിയിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് നല്ല കരുത്തുള്ള ഒരാൾ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ സിന്ധു പിള്ളയാണ് അത് ചെയ്യുന്നത്. സിന്ധു കാലിഫോർണിയയിൽ നിന്നാണ്, പീഡിയാട്രീഷ്യൻ ബൈ പ്രൊഫഷൻ. സിന്ധു KHNA, AKMG, ഓം, ചിന്മയ തുടങ്ങിയ നിരവധി സംഘടനകളിലെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകയാണ്. എൻ്റെ ഒരു ആത്മസുഹൃത്തും കൂടെയാണ്. പ്ലീസ് വെൽക്കം സിന്ധു പിള്ള. ആക്ച്വലി വെൽക്കം മന്ധര ത്രൂ സിന്ധു പിള്ള. അങ്ങനെ തിന്മയുടെ പ്രതീകമായി രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മന്ധര. ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ദുഷ്ട എന്ന് വിശ്വസിക്കപ്പെടുന്ന രാമായണത്തിലെ ഒരു കഥാപാത്രം മന്ധര. ദശരഥ പത്നിമാരിൽ കൈകേയിയുടെ പ്രിയദാസി. കേകയ മഹാരാജാവ് തൻ്റെ പുത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിച്ച വളർത്തമ്മയുടെ സ്ഥാനമുള്ള തോഴി. ക്ഷണഭംഗുരമായ ഈ ജീവിതത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിന് സർവനാശം ഒരുക്കണം? നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൂടെയും ജീവിത മൂല്യങ്ങളും സനാതനധർമ്മവും അടുത്തറിഞ്ഞ നമ്മൾ ലോക നന്മയെ ലക്ഷ്യമാക്കി കർമ്മനിരതരാവാറുള്ള സമയം ആയിരിക്കുന്നു. പുരാണത്തിലെ മന്ധര ഈ സമൂഹത്തിൽ ശ്രീജനങ്ങൾക്ക് ഒരു നല്ല ഗുണപാഠമാവട്ടെ. ആ കഥാപാത്രത്തിന് നല്ല വശങ്ങൾ കാണുവാൻ നമുക്കെല്ലാം മനസ്സ് തുറക്കാം. അങ്ങനെ ഈ ലോകം നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കട്ടെ. നമുക്കെല്ലാം അതിനുള്ള നിമിത്തങ്ങളാകാം. നമസ്കാരം. അന്ന് അഭിഷേക വിഘ്നം വരുത്തി ഒരു ബോംബ് പൊട്ടിച്ചിട്ട് പോയ മന്ധര പിന്നെ എങ്ങോട്ട് പോയി എന്ന് സത്യത്തിൽ നമ്മളാരും ചോദിച്ചില്ല. ഒട്ട് വാൽമീകി പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ ആരെങ്കിലും പിന്നെ അന്വേഷിച്ചോ മന്ധരയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന്? രാമായണം വായിച്ചു നോക്കി ഒട്ട് പറയുന്നുമില്ല. എവിടുന്നോ വന്നു, ഈ ബോംബും പൊട്ടിച്ച് സ്ഥലം വിട്ടു. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം അത് പറയാതിരുന്നത് മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ആരും മന്ധര അന്വേഷിച്ച് എങ്ങും പോവില്ല എന്ന് വാൽമീകിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് മന്ധര ഇന്നും നമ്മുടെ ഇടയിൽ ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കുന്നു. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന സൈക്കിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഫെനോമനാണ് മന്ധര. അത് ഒരു വ്യക്തിയായിട്ട് മന്ധരയെ കാണുന്നതിൽ അർത്ഥമില്ല. ആ ഫെനോമൻ അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷേ ഇപ്പം സിന്ധു പറഞ്ഞ പോലെ മന്ധരയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ആ സ്റ്റോറിയിൽ മന്ധരയ്ക്കൊരു തികഞ്ഞ റോളുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് കാണുന്ന മന്ധരന്മാർ, നിങ്ങൾ രണ്ട് തരത്തിൽ അവരെ കാണാം. നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു നല്ല ഒരു ഉദ്യോഗ കയറ്റം കിട്ടി.
അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടി, വൈ ക്യാൻറ്റ് ഇറ്റ് ബി മീ, ഞാനും ഈക്വലി ഡിസേർവിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അപ്പം മന്ദര നിങ്ങളുടെ മനസ്സിലാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ആ സുഹൃത്തിനുണ്ടായ നേട്ടത്തിൽ നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം അവിടെ നിങ്ങൾ തന്നെ തടയിട്ടു. അല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് ഒരു നല്ല മാർക്ക് കിട്ടി, ഒരു ഡാൻസിന് ഒരു പ്രൈസ് കിട്ടി, എൻ്റെ മോളും ഈക്വലി ഡിസേർവിംഗ് ആയിരുന്നു ഇല്ലേ, അല്ലെങ്കിൽ അവർ ജഡ്ജസിനെ സ്വാധീനിച്ചിട്ടാണ്, എന്തോ ഒരു നമുക്കതിനെ അങ്ങോട്ടൊന്ന് വിട്ട് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കുറവ്. അത് സ്ത്രീകൾ തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളോടുകൂടി ഈ കുശുമ്പ് പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സ് മാറ്റുന്നവരാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അത് തിരുത്തേണ്ടത് നമ്മുടെ തന്നെ ബാധ്യതയാണ്. അതൊന്ന്. രണ്ടാമത്, ഇപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു പ്രശ്നം, ഉടനെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഞാനാണേലും നിങ്ങൾ ചെയ്ത പോലെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ, അവർ നിങ്ങളോട് ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ആ പ്രശ്നത്തെ ഒട്ടും ലഘൂകരിക്കുകയല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഈ സ്വഭാവം കൂടെ ഒന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ആരുടെയും സൈഡല്ല സത്യം പറഞ്ഞാൽ. നിങ്ങൾ മറ്റുള്ള 2 പേര് തമ്മിലടിക്കുന്നത് കണ്ട് നഖം ഉരയ്ക്കുന്ന നാരദന്മാർ മാത്രമാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ഒഴിവാക്കുക. ഇനി ഇതിൻ്റെ മറുവശം, ഈ മന്ധരയെ ഒരു വ്യക്തിയായിട്ട് പറയുന്നതിൽ കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഫെനോമിനൻ. പക്ഷേ ആ മന്ധരയുടെ ആ കുഞ്ഞായ്മയിൽ പെട്ടുപോയ ഒരു കൈകേയിയുണ്ട് ഈ കഥയിൽ. സത്യത്തിൽ ആ കൈകേയിയാണ് മന്ധരയ്ക്ക് റെലവൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു കൈകേയി ഇല്ലെങ്കിൽ മന്ധര ഹാസ് നോ റെലവൻസ് ഇൻ ദിസ് സൊസൈറ്റി. അപ്പോൾ ആ കൈകേയി ആണോ, അപ്പോൾ മന്ധര എന്ന് നിലനിൽക്കും. മന്ധര വിൽ ബി ഹിയർ. ഹ്യൂമൻസ് ഉള്ളിടത്തോളം കാലം, സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം, മനുഷ്യൻ്റെ സൈക്കി ഉള്ളിടത്തോളം കാലം മന്ധര വിൽ ബി ഹിയർ. പക്ഷേ മന്ധരയുടെ ഈ കുഞ്ഞായ്മയിൽ വീണു പോകുന്ന കൈകേയി ആണോ എന്നുള്ള ചോയ്സ് നമ്മുടേതാണ്. നമുക്കത് കേൾക്കണോ വേണ്ടയോ, അതിനനുസരിച്ച് ക്രുദ്ധയാവണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇതിനകത്ത് മന്ധര ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്ത സമയത്ത് ആദ്യം കൈകേയി പറയുന്നുണ്ട്, ഭരതനിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എനിക്ക് രാമനെ കാണാൻ പറ്റുന്നില്ല, രാമനോട് ആക്ച്വലി എനിക്ക് ഭരതനെ കാട്ടി സ്നേഹം. അപ്പം അത് വർക്കൗട്ടായില്ല, മക്കളുടെ കാര്യം പറഞ്ഞിട്ട് വർക്കൗട്ടായില്ല. പക്ഷെ മന്ധര ഭയങ്കര ടാക്ട്ഫുള്ളായിട്ട് വേറൊരു നമ്പർ അടിച്ചു. പിന്നെ ഇത് സംഭവിച്ചാൽ സുഭദ്രയും കൗസല്യയും കൂടെ ഒറ്റ കൈയാവും, അതോടെ നീ ദാസിപട്ടത്തിലേക്ക് മാറ്റി, നിന്നെ അവരെല്ലാം കൂടെ ദാസിയാക്കും, നിന്നെ അവർ ഒതുക്കിക്കളയും. അത് കേട്ടപ്പോൾ മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ താന്നു കൊടുക്കാനുള്ള ഒരു വൈമുഖ്യം, അതും നമ്മുടെ ഒരു പ്രശ്നമാണ്. പിന്നെ മകൻ രാമനായിട്ടുള്ള കമ്പാരിസണിലല്ല കൈകേയി തോറ്റുപോയത്. സുഭദ്രയുടെയും കൗസല്യയുടെയും മുമ്പിൽ താൻ തോറ്റുപോകും എന്നുള്ളിടത്താണ് കൈകേയി സത്യത്തിൽ മന്ധരയുടെ ഈ ഇതിൽ പെട്ടുപോയത്. സോ അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ മന്ധരമാരൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പം ജസ്റ്റ് റിമെമ്പർ, വി ആർ നോട്ട് വില്ലിങ് ടു ബി കൈകേയീസ് എനിമോർ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് കൈകേയി എന്തു. ഇനി ഈ മന്ധരയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ നെഞ്ചിലുണ്ടായ ഒരു പുകച്ചിൽ മാറ്റണം. വളരെ സ്പൈസി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് മന്ധര. അതുകൊണ്ട് ഈ പുകച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ നമുക്ക് ശകലം വെള്ളം കുടിക്കാം. പഞ്ചകന്യകമാരിൽ ജലത്തോട് ഉപമിക്കപ്പെട്ട ഒരാൾ മണ്ഡോദരി. സത്യത്തിൽ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് മണ്ഡോദരി. മണ്ഡോദരിയെ ജലത്തിനോട് ഉപമിച്ചതിന് ഉള്ള കാരണം തന്നെ മയൻ്റെ മകളാണ്, രാവണൻ്റെ പത്നിയാണ്. ഒരു രാക്ഷസ, ഇപ്പം നമ്മൾ ഇതുപോലെ പറഞ്ഞ രാജകുമാരിമാർ അല്ലെങ്കിൽ ആ ഒരു കൊട്ടാര സദൃശ്യം, നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് മന്ദര. കാരണം രാക്ഷസന്മാർ അത്രയും ചീത്ത ആൾക്കാരായിട്ടാണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ആ രാക്ഷസ കുലത്തിൽ ജനിച്ചെങ്കിലും സ്പിരിച്വലി വളരെ ഉയർന്ന ഒരാളായിരുന്നു മണ്ഡോദരി. മണ്ഡോദരിയെ ജലത്തോട് ഉപമിച്ചിട്ടുള്ളത് തന്നെ മണ്ഡോദരിയുടെ ജീവിതം ജലം പോലെയായിരുന്നു, പുറമേ കടൽ പോലെയായിരുന്നു, പുറമേ വളരെ പ്രക്ഷുബ്ധമായ ജീവിതം. പക്ഷേ അകത്ത് മണ്ഡോദരി വാസ് വെരി സൈലൻറ്റ്, വളരെ ശാന്തയായിട്ടുള്ള ഒരാളായിരുന്നു. മണ്ഡോദരിയെ നിങ്ങൾക്ക് വേണ്ടി ഈ ആനയിച്ചു കൊണ്ടുവരുന്നത് ശ്രീമതി മായ നമ്പൂതിരിയാണ്. മായ ചേച്ചി ടെക്സസിൽ നിന്നാണ്. മായ ചേച്ചി സത്യത്തിൽ വീട്ടിലൊരു വിമൻസ് ഫോറം നടത്തുന്ന ആളെന്നാണ്. 4 പെൺമക്കളുടെ അമ്മയാണ്. അതുകൊണ്ട് മായ ചേച്ചി വിൽ ബ്രിങ് മണ്ഡോദരി ടു യു. പ്ലീസ് വെൽക്കം മായ നമ്പൂതിരി. മണ്ഡോദരി പഞ്ചകന്യകമാരിൽ ഒരാളാണ്. ഞാൻ പഞ്ചകന്യകമാരുടെ ശ്ലോകത്തോടു കൂടി തന്നെ ആരംഭിക്കട്ടെ. അഹല്യ ദ്രൗപദി കുന്തി താരാ മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മരേ നിത്യം മഹാപാതകനാശനം. അതെ, ഈ പഞ്ചകന്യകമാരെ കുറിച്ച് നിത്യം സ്മരിച്ചാൽ നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മണ്ഡോദരിയുടെ വേറൊരു വളരെ പറയത്തക്ക കാര്യം അവരുടെ ഡിവിനിറ്റി, അവരുടെ സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. രാക്ഷസകുലത്തിലെ റാണിയാണെങ്കിലും അസുരകുല ജാതയാണെങ്കിലും വളരെയധികം കഠിനമായ വ്രതങ്ങളിലൂടെയും
പൂജകളിലൂടെയും ഒരു ആത്മീയതയുടെ ലെവൽ വളരെയധികം കൂട്ടിക്കൊണ്ടുവരാൻ മണ്ഡോദരിക്ക് സാധിച്ചു. പഞ്ചകന്യമാരിൽ ലീസ്റ്റ് കളർഫുൾ, നിറം കുറഞ്ഞ കഥാപാത്രമാണ് മണ്ഡോദരി എന്നാണ് മണ്ഡോദരിയെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം. കാരണം രാവണൻ അതിശക്തനായ ഒരു പുരുഷനായിരുന്നു. രാവണൻ ചീത്തയല്ല, സത്യം പറഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ള ഒരു പുരുഷനായിരുന്നു. അത്തരം ഒരു പുരുഷൻ്റെ ഭാര്യയായിരിക്കുക എന്ന് പറഞ്ഞതാണ് ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൗരുഷം കൂടുന്നതോറും പുരുഷൻ്റെ തീവ്രത കൂടുന്നു. അതായത് എല്ലാ പുരുഷനിലും ശകലം സ്ത്രീയും എല്ലാ സ്ത്രീയിലും കുറച്ച് പുരുഷനും ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പൗരുഷം കൂടുന്നതോറും ആ മെയിൽ ഫീച്ചേഴ്സ്, അതായത് ആംബിഷൻ, അഗ്രസീവ്നെസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ സ്ത്രീത്വം കുറയുമ്പോൾ കമ്പാഷൻ, ലവ്, അഫെക്ഷൻ, ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്ത്, അതൊക്കെ കുറയുന്നു. അപ്പോൾ അങ്ങനെ തീവ്രമായ പൗരുഷം ഉണ്ടായിരുന്ന രാവണന്റെ ഭാര്യ പദവി എന്ന് പറയുന്നത് മണ്ഡോദരിയെ സംബന്ധിച്ച് വലിയൊരു ദൗത്യമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും ചിലരൊക്കെ രാവണന്മാരുടെ ഭാര്യമാർ തന്നെയാണ്. ഇപ്പൊ ഈ ഫോറത്തിലിരിക്കുന്ന ചിലരുടെയൊക്കെ ഭർത്താക്കന്മാർ ഇന്ന് അപ്പുറത്തൊരു വേറൊരു ഫോറത്തിലുണ്ട് കുറെ രാവണന്മാർ. കാരണം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിലൊക്കെ വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുന്ന പുരുഷൻ. ശശിധരനങ്ങളുടെ ആൻറ്റി ഉറക്കെ ചിരിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള ഫോറങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാരെ ചീത്തയല്ല. ബിക്കോസ് അവർ തീവ്രമായ പൗരുഷമുള്ളവരാണ്. അപ്പോൾ അവർക്ക് നേടേണ്ടതൊക്കെ അവർ നേടിയിരിക്കും. ദേ ഗോ വളരെ അഗ്രസീവ്ലി ടു ഗെറ്റ് ഇറ്റ്. പക്ഷേ അവരുടെ കൂടെ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന പെണ്ണിൻ്റെ ജോലി ഈസ് നോട്ട് ഈസി. അപ്പോൾ അവിടെ മണ്ഡോദരി വളരെ സട്ടിലായിട്ടുള്ള ഒരു പ്രസൻസ് ആയിരുന്നു. ധാർമ്മികമായിട്ട് രാവണൻ ചെയ്യുന്നതൊക്കെ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ പോലും തീവ്രമായിട്ട് ഒരു ഭാര്യയുടെ കർത്തവ്യം ചെയ്ത ആളാണ്. ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഫാസ്റ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി പ്രാർത്ഥനകൾ കഴിക്കുന്നു. ഇതുപോലെ മായച്ചി ഇവിടെ പറഞ്ഞ പോലെ ആ കുലം പ്രശ്നമല്ല, നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതല്ല പ്രശ്നം. വളരെ സാത്വികമായിട്ട് ഉയർന്നതല്ല. സത്യത്തിൽ രാവണൻ്റെ സീതയായിട്ടുള്ള ഇൻട്രാക്ഷനിൽ രണ്ട് സ്ഥലത്തെ മണ്ഡോദരി ഇടപെടുന്നുള്ളൂ. ഒന്ന്, രാവണൻ സീതയെ കൊല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചു. രണ്ടാമത്, രാവണൻ സീതയെ റേപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളിൽ ഒഴിച്ചിട്ട് നിങ്ങൾ അവളെ ഭർത്താവിന് വിട്ടുകൊടുക്കണമെന്നോ നിങ്ങൾക്ക് അവളെ വേണ്ടാന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പിണങ്ങുമെന്നോ ഒന്നും പറഞ്ഞില്ല. ഷീ ലെറ്റ് ഹിം ബി. അതും കുടുംബജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇടപെടലുകൾ ഒരു പരിധി വരെ ആവാം. അതൊരു രണ്ടുപേരുടെയും ചേർന്നുള്ള ഒരു ഗ്രോത്താണ്. അപ്പോൾ അതിന് യു ക്യാൻ ഫെസിലിറ്റേറ്റ് ഈച്ച് അതർ. അതിനപ്പുറം യു ഹാവ് ടു ലെറ്റ് ബി, മറ്റേ ആളെ ജീവിക്കാൻ അനുവദിക്കുക. അതൊരു വലിയ പോയിൻ്റാണ്. അപ്പോൾ അതായിരുന്നു മണ്ഡോദരിയുടെ ഇടപെടലിൻ്റെ ലെവല്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഭാര്യയുടെ ദൗത്യം വളരെ കോൺഷ്യസ്ലി ചെയ്തുകൊണ്ട് വരുന്നു. പക്ഷേ രാവണൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ്റെ ഉപദേശപ്രകാരം വിഭീഷണനെ വിവാഹം കഴിച്ചു. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ സതിയൊക്കെ ആചരിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ രാമൻ ഉപദേശിച്ചത് കൊണ്ട് ലങ്കയ്ക്ക് ഞാൻ രാജ്ഞിയായിട്ടിരിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷീ കണ്ടിന്യൂഡ് ഹെർ ലൈഫ് ഇൻ എ വെരി പോസിറ്റീവ് വേ. അതും നമുക്കുള്ള ഒരു ടേക്ക് ഹോം പോയിൻ്റാണ്. കാരണം ഒരു കുടുംബജീവിതം ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. വി ആർ മൾട്ടി ഫാസറ്റഡ്. ഇന്നത്തെ ലോകത്ത് സ്ത്രീയുടെ റോള് സമൂഹത്തിലുള്ളതും പ്രൊഫഷനിലുള്ളതും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ളതും ഭർത്താവിനോടുള്ളതും ഒക്കെ വളരെ വിശാലമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ എല്ലാ മേഖലകളിലും നമുക്ക് ഇത് ഒരു ഭാര്യ മാത്രമായിട്ട് ഒതുങ്ങിയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതിനെ എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് നേരിടാൻ പറ്റണം. പക്ഷേ അതിലൊക്കെ ഉപരി മണ്ഡോദരിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഈ കുടുംബജീവിതം കടൽ പോലെയാണ്. നമുക്ക് വളരെ പ്രക്ഷുബ്ധമാണ് അതിൻ്റെ സർഫസ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടണം. ഭർത്താവിൻ്റെ വീട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങളാണ് ആധുനിക സ്ത്രീക്ക്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ജീവിക്കുന്ന നമുക്ക് എല്ലാ ദിവസവും നേരിടാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രതലം വളരെ പ്രക്ഷുബ്ധമാണെങ്കിൽ പോലും ഉള്ളിൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ആ ഡിവിനിറ്റി ഉള്ളത് കൊണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് നമ്മുടെ ആഴക്കടൽ പോലെ നിശബ്ദമാക്കി നമ്മുടെ അന്തരാത്മാവിനെ വെക്കാൻ നമുക്ക് സാധിക്കണം. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു നിമിഷം കൊണ്ട് ഷട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ ഉള്ളിലെ സൈലൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അതാണ് ഒരുപക്ഷെ മണ്ഡോദരിയിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് ഹോം പോയിന്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അപ്പം നിങ്ങൾ അതിൻ്റെ മറുതലം ഞാൻ ചില സ്ത്രീകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അങ്ങനെ ഡീൽ ചെയ്യാൻ ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് ഞാൻ വിട്ടു. അങ്ങനെ വിടാനും പാടില്ല. കാരണം ഡീൽ ചെയ്യാൻ പ്രശ്നമുള്ളതിനെയൊക്കെ വിടുക എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഷട്ട് ഡൗൺ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനിപ്പോൾ ഇടപെടാറില്ല, അതും ശരിയല്ല. കാരണം ആ ഡിറ്റാച്ച്മെൻ്റ് അല്ല കുടുംബജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഈവൻ മക്കളുടെ കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞ് അനുസരിക്കത്തില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അവരോടൊന്നും പറയാറില്ല, അത് ശരിയല്ല.
കാരണം 100% ഇൻവോൾവ്മെൻ്റ് ആണ് ഒരു കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടത്. സോ ഡിറ്റാച്ച്മെൻറ്റ് ഡസ് നോട്ട് മീൻ ആ ഇൻവോൾവ്മെൻ്റ് അവസാനിപ്പിക്കുക. ഭാഗവത ഹംസം എന്ന് പ്രസിദ്ധനായിരുന്ന മള്ളിയൂർ തിരുമേനിയെക്കുറിച്ച് പണ്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ എഴുതി, തീവ്രമായ ഗൃഹസ്ഥനായിരുന്നപ്പോൾ പോലും തീക്ഷ്ണമായ വിരക്തനായിരുന്നു അദ്ദേഹം എന്ന്. സത്യത്തിൽ അതാണ് നമുക്കൊക്കെ ജീവിതത്തിൽ വേണ്ടത്. നമുക്ക് തീവ്രമായിട്ട് ഗൃഹസ്ഥരായി നമ്മുടെ വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യത്തിൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നമുക്ക് 100% ഇൻവോൾവ്മെൻറ്റ് വേണം. അറ്റ് ദ സെയിം ടൈം തീക്ഷ്ണമായ വിരക്തി വേണം നമുക്ക്. കാരണം ഇതിൻ്റെ എല്ലാം ഫലങ്ങളൊന്നും നമുക്ക് നമ്മുടെ തലയിൽ കെട്ടി വെച്ചുകൊണ്ട് നടക്കാനൊക്കത്തില്ല. സോ അത് മണ്ഡോദരിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് താങ്ക് യു മായച്ചി. ഈ ഫോറത്തിലേക്ക് അവസാനമായിട്ട് വരുന്ന ആള് കുന്തിയാണ്. കുന്തി ദേവിയെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഒരു മകളെന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു മുത്തശ്ശി എന്ന നിലയിൽ ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു കുന്തിയുടേത്. പക്ഷേ ഒരിക്കൽ പോലും കുന്തിയുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുന്തി എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളെ അന്നത്തെ സമൂഹത്തിനോ ഇന്നത്തെ സമൂഹത്തിനോ പോലും അംഗീകരിക്കാൻ മേലാത്ത ചില കാര്യങ്ങളൊക്കെ കുന്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു സ്ഥലത്തും ആരും കുന്തിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് കാണുന്നില്ല. കുന്തി ദേവിയോട് എപ്പോഴും ഒരു സഹാനുഭൂതിയോടെയാണ് എല്ലാ വേദികളിലും എല്ലാ പുസ്തകങ്ങളിലും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വാട്ട് മെയ്ഡ് കുന്തി ഡിഫറെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചില കലുഷമായ കാര്യങ്ങളൊക്കെ കുന്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് കുന്തിക്ക് ഇത്രയധികം അംഗീകാരം? കുന്തി ദേവി എന്ന ആ മഹത് ക്യാരക്ടർ ഈ വേദിയിലേക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് ബിന്ദു പണിക്കരാണ്. ബിന്ദു മിഷിഗണിൽ നിന്നാണ്. ജനറൽ ഇലക്ട്രിക്കൽസിലെ സീനിയർ മാനേജറാണ്. 2 ആൺകുട്ടികളുടെ അമ്മ. കുന്തി ദേവിക്ക് എന്താണ്, അല്ലെങ്കിൽ കുന്തി ദേവിയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ബിന്ദുവിനോട് ചോദിച്ചു. ശുഭ്രമാം വസ്ത്രം ധരിച്ചവൾ, തപ്തപാദങ്ങൾ ഭൂവിലുറച്ചവൾ, നമ്രശിരസ്കയോ അല്ലവൾ, പ്രൗഢഗംഭീരയായവൾ നീ പൃഥ. ബുദ്ധിയും ധൈര്യവും ചേർന്നവൾ, പക്ഷേ ശാന്തസ്വരൂപിണിയായവൾ, ശ്രീമഹാരാജ്ഞിയായി വാണവൾ, പിന്നെ കാനനവാസവും ചെയ്തവൾ. ധർമ്മിഷ്ഠരത്രേ ആ പാണ്ഡവർ, ധീരയോദ്ധാക്കളാം പഞ്ചപാണ്ഡവർ. ധീരയാം മാതാവർക്കവൾ, ഘോരതാപം കരിക്കാത്ത പൂവവൾ. ധീരയാം മാതാവർക്കവൾ, ഘോരതാപം കരിക്കാത്ത പൂവവൾ. പറഞ്ഞു കുന്തിയെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ, അതായത് ഗൈഡൻസ്, ലീഡർഷിപ്പ്, ഇന്നർ സ്ട്രെങ്ത്, അത് 3 പറഞ്ഞാൽ കുന്തിയായി. ഇത്രയേറെ ദുഃഖങ്ങളിൽ കൂടി കടന്നു പോയിട്ടും അതൊന്നും ബാധിക്കാതെ തൻ്റെ കർമ്മങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമോ അതിൻ്റെ ഏറ്റവും പരമമായ രീതിയിൽ തന്നെ നിർവഹിക്കാൻ കുന്തിക്ക് സാധിച്ചു. അത് ആ ഇന്നർ സ്ട്രെങ്ത്, അതായിരിക്കണം നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠം. കുന്തിയെക്കുറിച്ച് പറയുമ്പോൾ വ്യാസൻ 2 കാര്യങ്ങളാണ് കുന്തിയെ പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ക്ഷമയും സേവയും. അതിൻ്റെ 2ൻ്റെയും പ്രതിനിധിയായിട്ടാണ്. എത്ര വലിയൊരു അമ്മയായിരുന്നു കുന്തി എന്നതിൻ്റെ വൗച്ചർ അവരുടെ കുട്ടികൾ തന്നെയാണ്. ആ ഭാഗം വളരെ സുന്ദരമായിട്ട് ബിന്ദു കവർ ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര നല്ലൊരു അമ്മായിയമ്മയായിരുന്നു കുന്തി എന്നാണ്. കാരണം അർജുനൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുന്തി ഉപദേശിക്കുന്നത് ദ്രൗപദി പറയുന്ന വഴിക്ക് പോകൂ, ഫോളോ ഹെർ ലീഡ് എന്നാണ്. നമ്മളിൽ എത്ര പേര് പറയും, മിക്ക അമ്മായിയമ്മമാരും പറയുന്നത് എന്ന് അവൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയോ അന്ന് എൻ്റെ ചെറുക്കം വഴിയാതാരായി. സോ അതാണ് ടേക്ക് ഹോം പോയിന്റ്. ആ സ്ത്രീയെ നമ്മുടെ കൾച്ചറിൽ സ്വാമിജി പറയാറുണ്ട്, നമ്മുടെ കൾച്ചറിൽ അമ്മയുടെ റോൾ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ റോൾ വളരെ വലുതാണ്. ഒരു മകൾ വീട്ടിലേക്ക് വരുമ്പോൾ നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കുന്നത് അമ്മായിയമ്മയാണ്. അപ്പോൾ ആ പെണ്ണിനെ നമ്മുടെ കുടുംബത്തേക്ക് ഉൾക്കൊള്ളുമ്പോൾ അവിടെ ആ അമ്മായിയമ്മയുടെ റോള് വളരെ വലുതാണ്. നമ്മുടെ മനസ്സും അതുപോലെ ഒരു നിലവിളക്ക് കൊളുത്തി അവളെ ഉൾക്കൊള്ളാൻ വേണ്ടി വളരണം. അതുപോലെ തന്നെ ഇവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കൃഷ്ണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളെ ചൂതിൽ തോപ്പിച്ച് അവരുടെ രാജ്യമൊന്നും എടുത്തതല്ല എൻ്റെ പ്രശ്നം, അവളെ ആ വേദിയിൽ കൊണ്ടുവന്ന് അവളെ വ്യവസ്ഥയാക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി നിസ്സഹായയായിട്ട് നിന്നു. എൻ്റെ മരുമകളുടെ നിസ്സഹായതയാണ് എൻ്റെ പ്രശ്നം. അവൾ ആരുമില്ലാത്തവളെ പോലെ അവിടെ നിന്നു.
ഈ തരത്തിൽ നമ്മുടെ മരുമക്കൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് നോവണം. അങ്ങനെയുള്ള അമ്മായിയമ്മമാരായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും. കാരണം നമ്മൾ പല കോൺവെർസേഷൻസും ശ്രദ്ധിച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അമ്മായിയമ്മയ്ക്കിട്ടൊരു കുത്ത് അല്ലെങ്കിൽ മരുമോക്കിട്ടൊരു കുത്ത് ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ അവസാനിപ്പിക്കണം. എൻ്റെ മകന് നല്ലൊരു ലീഡാവാൻ എൻ്റെ മരുമകൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കണം. എൻ്റെ മരുമകൾക്കൊരു ദുഃഖം വന്നാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നാത്തൂനൊരു ദുഃഖം വന്നാൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. ക്ഷമിക്കാൻ തയ്യാറാവാതെ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് നമ്മളെ ഹേർട്ട് ചെയ്യണം. അവർക്ക് വേണ്ടി നമുക്ക് പ്രതികരിക്കാൻ പറ്റണം. അതാണ് കുന്തിയിൽ നിന്ന് പഠിക്കേണ്ട പോയിന്റ്. പിന്നെ ഒരു കാര്യം, ഇവർ വനവാസത്തിന് പോകുന്ന സമയത്ത് ദ്രൗപദിയെ വിളിച്ച്, രണ്ടാമത്തെ തവണ ഇവർ പോകുമ്പോൾ കുന്തി കൂടെ പോകുന്നില്ല, വിതുരരുടെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ദ്രൗപദിയെ വിളിച്ച് പറയുന്നുണ്ട്, സഹദേവനെ നോക്കിക്കൊള്ളണം. തൻ്റെ 3 മക്കൾ കൂടെ പോകുന്നുണ്ട്. അവരുടെ കാര്യമല്ല പറഞ്ഞത്, മാദ്രിയുടെ സപത്നിയുടെ പുത്രനായ സഹദേവനെ നോക്കിക്കോണം, ഇളയ മോനോട് സ്നേഹം. അപ്പം ഇന്നത്തെ ആധുനിക, ഞാനിത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ന്യൂക്ലിയർ കുടുംബങ്ങളിലെ അമ്മമാർക്ക് സ്വന്തം കുഞ്ഞുങ്ങളുടെ ഒപ്പം സഹോദരൻ്റെയോ സുഹൃത്തുക്കളെയോ മക്കളെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ കുറച്ചും കൂടെ ഇടുങ്ങി പോകുന്നു. നമ്മുടെ ചിന്താഗതികൾ ഒരുപാട് സ്വാർത്ഥരായി പോകുന്നു. അവിടെ കുന്തിയിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം അതാണ്. കുറച്ചും കൂടെയൊക്കെ വിശാലമായിട്ട് ചിന്തിക്കാൻ, ഈ ന്യൂക്ലിയർ കുടുംബത്തിൻ്റെ കെട്ടുപാടുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കൂടെ സുഹൃത്തുക്കളുടെ മക്കളെ, സഹോദരങ്ങളുടെ മക്കളെയൊക്കെ ഉൾക്കൊള്ളാൻ കുന്തി ദേവിയിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇതോടെ ഇന്നത്തെ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ 4 ക്യാരക്ടേഴ്സിനെ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഭാരതീയ സ്ത്രീത്വത്തെക്കുറിച്ച് വിദേശ റിസർച്ചേഴ്സിനെ പോലും ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് അന്നും ഇന്നും വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ വാല്യൂസിൽ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. നമ്മൾ ഭാര്യമാരെന്ന നിലയിൽ, മക്കളെന്ന നിലയിൽ, അമ്മമാരെന്ന നിലയിൽ, അമ്മൂമ്മമാരെന്ന നിലയിൽ അന്നും ഇന്നും ഒക്കെ ജീവിച്ചിട്ടുള്ളത് ഒരേ കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനാണ്. പക്ഷേ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് നോക്കിയാൽ പരശുരാമൻ അവതരിപ്പിച്ച സമയത്ത് ഈശ്വരാംശത്തോടെ, ദേവിയുടെ അംശത്തോടെ ജനിച്ച അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു, രേണുകയായിരുന്നു. രാമൻ്റെ കാലമായപ്പോഴേക്ക് ഈശ്വരാംശം സീതയിലായിരുന്നു, ദേവിയുടെ അംശം സീതയിലായിരുന്നു, ഭാര്യയായിട്ടാണ്. അപ്പം പുരുഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ത്രീയിൽ നിന്ന് പുരുഷനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീയിലേക്ക് വന്നു. പക്ഷേ കൃഷ്ണൻ്റെ കാലമായപ്പോഴേക്ക് ദേവി കൃഷ്ണ സഹോദരിയായിട്ട് പറഞ്ഞു. കംസൻ കൊല്ലാൻ ശ്രമിച്ച ഭാഗം നമുക്കറിയാം. പിന്നെ ദ്രൗപദിക്ക് കുറച്ച് ദേവിയുടെ അംശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സഹോദരിയുടെയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെയോ റോളായിരുന്നു സ്ത്രീക്ക്. അപ്പോൾ പുരുഷൻ്റെ ലോകത്ത് അമ്മയുടെ റോളിൽ നിന്ന്, അപ്പോൾ കാലം പുരോഗമിക്കുന്നതനുസരിച്ച് അമ്മയുടെ റോളിൽ നിന്ന്, ഭാര്യയുടെ റോളിൽ നിന്ന്, സഹോദരിയുടെ റോളിൽ നിന്ന് സുഹൃത്തിൻ്റെ റോളിലേക്ക് പെണ്ണിൻ്റെ റോള് മാറി വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവൻ്റെ ലോകത്തിൻ്റെ വെളിച്ചവും തെളിച്ചവും ഒക്കെ ആയിട്ട് പെണ്ണ് വർത്തിക്കുന്നു. ഇനി അങ്ങോട്ടും പുരുഷൻ്റെ ലോകത്തിൻ്റെ നിറമാകാൻ, പുരുഷൻ്റെ ലോകത്തിൻ്റെ നിറമാകാൻ വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ സമൃദ്ധി തന്നെ സ്ത്രീയാണ്. സ്വാമി പറയാറുണ്ട് എപ്പോഴും, സ്ത്രീ നന്നായാലേ സമൂഹം നന്നാവുള്ളൂ. ഒരു കുടുംബത്തിൻ്റെ കാവലാൾ നിങ്ങളാണ്. അത് ഈ കഥാപാത്രങ്ങളിൽ കൂടെ നമ്മൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്നും അങ്ങനെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മിടുക്കരായ അമ്മമാരായിട്ട് വർത്തിക്കാൻ, അമ്മൂമ്മമാരായിട്ട് വർത്തിക്കാൻ, ഭാര്യമാരായിട്ട് വർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വിമൻസ് ഫോറം കേട്ട നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം.